സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിന് ശാസ്ത്രീയവും മാനുഷികവുമായ സ്ഥിരപരിഹാരം ലക്ഷ്യമിട്ട് സമഗ്ര കരട് പദ്ധതിയുമായി സർക്കാർ. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ ദ്വിദിന ക്യാമ്പിൽ പഞ്ചായത്ത് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. കരട് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സമഗ്ര പദ്ധതി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ ദ്വിദിന ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലാണ് തെരുവുനായ പ്രശ്നത്തിന് 4 തലങ്ങളിലായുള്ള സമഗ്ര കരട് പദ്ധതിയുടെ രൂപരേഖ പഞ്ചായത്ത് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ അവതരിപ്പിച്ചത്. വീടുകളിൽ വളർത്തുന്ന എല്ലാ നായകൾക്കും ലൈസൻസ്, വാക്സിനേഷൻ, സ്റ്റെറിലൈസേഷൻ, മൈക്രോചിപ്പ് എന്നിവ നിർബന്ധമാക്കുന്നതാണ് ആദ്യഘട്ട നിർദ്ദേശം. രണ്ടാം ഘട്ടത്തിൽ കാവൽ കൂട്ടായ്മ മാതൃക സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും. പ്രസവിക്കുന്ന തെരുവുനായകളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്താൻ സന്നദ്ധരായ കുടുംബങ്ങൾക്ക് കൈമാറും. ഇവയ്ക്കും ലൈസൻസ്, വാക്സിനേഷൻ, സ്റ്റെറിലൈസേഷൻ, മൈക്രോചിപ്പ് എന്നിവ നിർബന്ധമാക്കും. മൂന്നാം ഘട്ടത്തിൽ എല്ലാ തെരുവുനായകൾക്കും ABC അഥവാ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാക്കി ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അപകടകാരികളായ നായകളെ കണ്ടെത്തി നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും സുപ്രീം കോടതി വിധി അനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നും അധികൃതർ അറിയിച്ചു. കരട് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സമഗ്ര പദ്ധതി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും കേരള വെറ്റിനറി സർവകലാശാലയും ചേർന്ന് ഈ മാസം 2ാം വാരത്തിൽ മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ ശില്പശാല സംഘടിപ്പിക്കും. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും കെ.എം. ഷാജിയും ശില്പശാലയിൽ പങ്കെടുക്കും. തെരുവുനായ പ്രശ്നത്തിന് ശാസ്ത്രീയവും മാനുഷികവുമായ സ്ഥിരപരിഹാരത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് ഈ പദ്ധതിയെ സർക്കാർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.